5 വിഭാഗത്തിലേക്കാണ് UDFിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ കോൺഗ്രസ് ഇതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസ് 2 ലീഗ് 3 എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ ഉണ്ടായിരുന്നത്. നോമിനേഷൻ കൊടുത്ത് അങ്ങനെ തെരഞ്ഞെടുപ്പില്ലാണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ സർക്കിൾ സഹകരണ യൂണിയൻ തിരഞ്ഞെടുപ്പിൽ UDFിനുള്ളിൽ പൊട്ടിത്തെറി. UDF ധാരണ ലംഘിച്ചുവെന്നാരോപിച്ച് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതോടെ വർഷങ്ങളായി നിലനിന്നിരുന്ന ഐക്യമുന്നണി സംവിധാനത്തിന് തിരിച്ചടിയായിരിക്കുകയാണ്. പെരിന്തൽമണ്ണ സർക്കിൾ സഹകരണ യൂണിയന്റെ 19 അംഗ ഭരണസമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ഇന്ന് നടന്നത്. ഭരണസമിതിയിലെ 5 സീറ്റുകളിലേക്ക് UDF സ്ഥാനാർത്ഥികൾ സംയുക്തമായി മത്സരിക്കണമെന്നായിരുന്നു നേരത്തെയുണ്ടായിരുന്ന ധാരണ. 3 സീറ്റുകളിൽ മുസ്ലിം ലീഗും 1 സീറ്റിൽ കോൺഗ്രസും ജീവനക്കാരുടെ പ്രതിനിധിയായി കോൺഗ്രസിൽ നിന്നുള്ള ഒരാളും മത്സരിക്കുമെന്ന് പെരിന്തൽമണ്ണ മങ്കട നിയോജക മണ്ഡലങ്ങളിലെ UDF നേതൃത്വ ചർച്ചയിൽ തീരുമാനിക്കുകയും മിനിറ്റ്സിൽ രേഖപ്പെടുത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. എന്നാൽ ചർച്ചകളിലോ ധാരണയിലോ ഉൾപ്പെടാത്ത 2 പേരെ കൂടി നാമനിർദ്ദേശം ചെയ്തതിലൂടെ UDF സംവിധാനത്തെ തകർക്കുന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പലതവണ ചർച്ച നടത്തിയിട്ടും അനുകൂലമായ തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതെന്ന് DCC സെക്രട്ടറിമാരും സഹകരണ ജനാധിപത്യ വേദി നേതാക്കളും KCF ഭാരവാഹികളും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം പെരിന്തൽമണ്ണയിലെ സഹകരണ മേഖലയെ രാഷ്ട്രീയത്തിനതീതമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നതെന്ന് കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സ്റ്റേറ്റ് സെക്രട്ടറി നൌഷാദ് പുളിക്കൽ പ്രതികരിച്ചു. പഴയ സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് പോകണമെന്നായിരുന്നു ജില്ലാ മണ്ഡലം നേതൃത്വത്തിന്റെ നിലപാടെന്നും എന്നാൽ ചില പ്രാദേശിക അഭിപ്രായ വ്യത്യാസങ്ങളാണ് നിലവിലെ സാഹചര്യത്തിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് 9-ാം തീയതി പെരിന്തൽമണ്ണ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇവിടെ 11 അംഗ ഭരണസമിതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ 5 വിഭാഗത്തിലേക്കാണ് UDFിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ കോൺഗ്രസ് ഇതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. പഴയ സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് മത്സരരംഗത്തേക്ക് പോകണമെന്നാണ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ മണ്ഡലം നേതാക്കന്മാർ ആവശ്യപ്പെട്ടത്. പക്ഷേ ചില പ്രാദേശിക നേതാക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗ് 4 ഡയറക്ടർ ബോർഡ് ജീവനക്കാരിൽ നിന്ന് 4 ഡയറക്ടർമാരിൽ നിന്ന് 4 പ്രതിനിധികളിലേക്കും ജീവനക്കാരുടെ പ്രതിനിധിയായിട്ട് ഒരാളിലേക്കും അങ്ങനെ 5 എണ്ണത്തിലേക്കാണ് മത്സരം നടക്കുന്നത്. പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഇടത് വലത് വ്യത്യാസമില്ലാതെ സഹകരണ മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിന് 2 സീറ്റും മുസ്ലിം ലീഗിന് 3 സീറ്റും എന്ന ധാരണയിലായിരുന്നു UDF മത്സരിച്ചിരുന്നതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ പറഞ്ഞു. ഇത്തവണയും UDF യോഗത്തിൽ 3-2 ഫോർമുല അംഗീകരിച്ചാണ് കോൺഗ്രസ് തങ്ങൾക്ക് അനുവദിച്ച 2 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ഘട്ടത്തിൽ കോൺഗ്രസിന് അനുവദിച്ച 2 സീറ്റുകളിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ കൂടി മത്സരിപ്പിച്ചതോടെയാണ് തർക്കം ഉടലെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മളിന്ന് പെരിന്തൽമണ്ണ താലൂക്ക് സഹകരണ സർക്കിൾ യൂണിയനിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസ് 2 ലീഗ് 3 എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ ഉണ്ടായിരുന്നത്. നോമിനേഷൻ കൊടുത്ത് അങ്ങനെ തെരഞ്ഞെടുപ്പില്ലാണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം നമ്മൾ 25-ാം തീയതി ആയിരുന്നു നോമിനേഷൻ കാലാവധി. 23-ാം തീയതി വരെ ഒരു ചർച്ച നടക്കാത്തതിൻ്റെ ഭാഗമായി ഞങ്ങൾ മുൻകൈ എടുത്ത് UDFിൻ്റെ കമ്മിറ്റി വിളിക്കുകയും അതിൻ്റെ ഭാഗമായി നിലവിലുള്ള സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് 3-2 എന്നുള്ള രീതിയിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. UDFിൻ്റെ നിയോജകമണ്ഡലം കമ്മിറ്റി കൂടിയിട്ട് അങ്ങനെ 24-ാം തീയതി 25-ാം തീയതി നോമിനേഷൻ കാലാവധി 25-ാം തീയതി ആയിരുന്നു പൂർത്തിയാകേണ്ടത്. 25-ാം തീയതി ഞങ്ങൾ UDF സംവിധാനത്തിൽ തന്നെയാണ് ഞങ്ങൾ നോമിനേഷൻ കൊടുത്തത്. ഞങ്ങൾക്ക് തന്ന 2 സീറ്റുകൾ നമ്മൾ നോമിനേഷൻ കൊടുത്തു. അതിൻ്റെ ഭാഗമായി 3-2 എന്നുള്ള സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ അന്ന് നോമിനേഷൻ കാലാവധി പൂർത്തിയാകുന്ന സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് വിട്ടു തന്ന 2 സീറ്റുകളിൽ ലീഗിൻ്റെ വിമതന്മാരായ 2 സ്ഥാനാർത്ഥികളെ നോമിനേഷൻ കൊടുക്കുകയും അതൊരു മത്സരത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി 25-ാം തീയതിക്ക് ശേഷം ഞങ്ങൾ UDF ചർച്ച നടത്തി. ഒരുപാട് ആളുകൾ പരാതി ഞങ്ങൾ MLA അറിയിച്ചു. കുറേ പരാതി ഞങ്ങൾ പക്ഷേ എന്നാൽ അതിന് ഒരു ചർച്ചയൊന്നും കൂടാണ്ട് ഏകപക്ഷീയമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായി. ഒരു ചർച്ചയ്ക്കും ഞങ്ങളെ DCC ഭാരവാഹികളെ DCC പ്രസിഡൻ്റായോ UDF ചെയർമാനെയോ
ഒന്നും അറിയിക്കാണ്ട് ഏകപക്ഷീയമായി തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോവുകയും പിന്നെ കോൺഗ്രസ് നൽകിയ സീറ്റുകൾ പോലും പിടിച്ചെടുക്കുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇന്നലെ യോഗം കൂടുകയും ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പി അഷ്റഫ്, പച്ചീടി ഫാറൂഖ്, സൈദലവി മാടമ്പാറ, സയ്യിദ് അബു തങ്ങൾ, എം സൈനുദ്ദീൻ എന്നിവരാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. UDF ഘടകകക്ഷികൾക്കിടയിലെ അഭിപ്രായ ഭിന്നത പരസ്യമായതോടെ പെരിന്തൽമണ്ണ സർക്കിൾ സഹകരണ യൂണിയൻ തിരഞ്ഞെടുപ്പ് ഇത്തവണ രാഷ്ട്രീയ ശ്രദ്ധയും നേടിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ഫലം മാത്രമല്ല, മുന്നണി ബന്ധങ്ങളിൽ ഈ വിവാദമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും ഇനി ശ്രദ്ധേയമാകും. ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.